സദാ ബാലരൂപാപി വിഘ്നാദ്രിഹന്ത്രിം മഹാദന്തിവക്ത്രാപി പഞ്ചാസ്യമാന്യ വിഹിന്ദ്രാദി മൃഗ്യാ ഗണേശാഭിധാമീം വിദഗ്ധാം ശ്രീം കാവി കല്യാണമൂർത്തിം. ഓം 51 അക്ഷരം ചേർന്നഴകിയ തനുവായി ദേഹമധ്യത്തിൽ നിന്നിട്ടമ്പിൽ സ്തംഭം കണക്കെ ശിരസി തലയുമായി ഉള്ളിലാറബ്ജമോടും വൻപിൽ പൊങ്ങും സുഷുമ്നയ്ക്കകമതിലുളവാം പത്മം ആറിങ്കലും ചേർന്ന് 51 ഒത്തുവാഴും ദളമതിലമരും വിദ്യപദ്യം തരേണം. ഓം ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം വിശ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവദാ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സൽഗുരത്വം നമാമി. ഓം ബ്രഹ്മാവും മിഹിരൻ വസിഷ്ഠൻ പുലശൻ ഗർഗൻ മയൻ ലോമശൻ ശ്രീപത്യാര്യഭടൻ വരാഹമിഹിരൻ ലല്ലൻ സമുജ്വാലകൻ ഗോവിന്ദൻ പരമേശ്വരൻ ഗുരുവരൻ രാമൻ തഥാ കൃഷ്ണനും ഗോളജ്ഞാനികളായ മാധവമുഖന്മാരും തുണച്ചേടണം. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവരെയും പരമാത്മാവായ ഭഗവാനിൽ അർപ്പിക്കുന്നു. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഭഗവത് കൃപയും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ഭഗവാനെ ഭജിക്കാം. പരമാനന്ദപുരത്തിൽ സദാ ഹൃദയാനന്ദ ലഹരി പരമാനന്ദപുരത്തിൽ സദാ ഹൃദയാനന്ദ ലഹരി പരമാനന്ദപുരത്തിൽ പരാപരൻ പരമേശ്വരൻ പരമാനന്ദപുരത്തിൽ പരാപരൻ പരമേശ്വരൻ ആദിപരാശക്തി ചിന്മയോടൊത്ത് ആദിപരാശക്തി ചിന്മയോടൊത്ത് പരമാനന്ദ ലഹരി ആദിപരാശക്തി ചിന്മയോടൊത്ത് പരമാനന്ദ ലഹരി പരമാനന്ദപുരത്തിൽ പരാപരൻ പരമേശ്വരൻ ആദിമധ്യാന്തൻ അനന്തനാമയൻ ആദിമധ്യാന്തൻ അനന്തനാമയൻ നിത്യ നിഷ്കള നിർഗുണ ബ്രഹ്മം ആദിമധ്യാന്തൻ അനന്തനാമയൻ നിത്യ നിഷ്കള നിർഗുണ ബ്രഹ്മം കാലസ്വരൂപൻ കമനീയ സുന്ദരൻ കാലസ്വരൂപൻ കമനീയ സുന്ദരൻ സൃഷ്ടി സ്ഥിതി ലയ പ്രകൃതി പുരുഷൻ കാലസ്വരൂപൻ കമനീയ സുന്ദരൻ സൃഷ്ടി സ്ഥിതി ലയ പ്രകൃതി പുരുഷൻ പരമാനന്ദപുരത്തിൽ പരാപരൻ പരമേശ്വരൻ പരമാനന്ദപുരത്തിൽ പരാപരൻ പരമേശ്വരൻ ആദിപരാശക്തി ചിന്മയോടൊത്തു ആദിപരാശക്തി ചിന്മയോടൊത്തു പരമാനന്ദ ലഹരി പരമാനന്ദപുരത്തിൽ സദാ ഹൃദയാനന്ദ ലഹരി. നമുക്ക് ആനന്ദലഹരി നമുക്കും വേണ്ടി പരമാത്മാവായ പരമേശ്വരനെ അടുക്കെ ചെന്ന് ലഹരി ആനന്ദലഹരി ആ ബ്രഹ്മാനന്ദാനുഭൂതി അനുഭവിക്കാൻ നമ്മളിരിക്കുന്ന ആ ദേവി ചൈതന്യം ആ ശക്തി സ്വരൂപിണി ഉണർന്ന് അവിടേക്ക് ചെല്ലുമ്പോൾ നമുക്കും ആനന്ദത്തിൽ ആറാടാം. ബ്രഹ്മാനന്ദാനുഭൂതി നമുക്കും ഉണ്ടാകും. അതാണ് ഞാൻ അങ്ങനെ മനസ്സിലാക്കി എഴുതിയൊരു പാട്ടാണിത്. ഇനി നമുക്ക് വേറെയും നമുക്ക് സ്തുതിക്കാം. ഇതും എൻ്റെ ചെറിയ ഒരു നാമമാണ് ഞാൻ എഴുതിയത്. അതും ഭക്തിപരമായി നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് സർവേശ്വരനോട് അത്രമാത്രം ഭക്തി ഒക്കെ ഉണ്ടാകും. അങ്ങനെ എന്ന് ചോദിക്കും, ലോകത്തുള്ള എല്ലാ നാമവും നല്ല നാമങ്ങളാണ്. നമുക്ക് എപ്പോഴും ചൊല്ലാൻ നമുക്ക് തന്നെ സ്വന്തമായിട്ട് തോന്നുന്ന രീതിയിൽ തോന്നിച്ചാൽ നമുക്ക് തന്നെ ഒരു സന്തോഷത്തിൽ എഴുതുന്നൊരു പാട്ടാകുമ്പം അത്രത്തോളം ഭഗവാനോട് ശ്രദ്ധിക്കാൻ പറ്റും. ഓംകാരനാഥ നമസ്തേ നമോ നമ
സച്ചിദാനന്ദമൂർത്തേ നമോ നമ. സർവവിശ്വൈകനാഥ നമോ നമ. കാത്തുകൊള്ളണേ. പാരിതിൽ അങ്ങു തന്നെയാണാശ്രയം, മറ്റാരും ഗതിയില്ല മഹേശ്വര. ഭൂതലത്തിൽ മരുവും കാലത്തോളം കാത്തുകൊള്ളണേ. എന്നെ ഞാനായി തിരിച്ചറിയാനുള്ള ജ്ഞാനശക്തി മറയ്ക്കല്ലേ ദൈവമേ. ഓർമ്മശക്തി നിലനിന്നു പോരണം അന്ത്യനാൾ വരെയും. സർവസൃഷ്ടിയും അങ്ങാണെന്നുള്ളൊരു ബോധം കൈവിട്ടു പോകല്ലേ ദൈവമേ. ആനന്ദ സ്വരൂപ നിന്നുടെ മക്കൾ ആനന്ദ കുട്ടികൾ. ദൈവമേ ഞങ്ങൾക്കാനന്ദം നൽകണേ. ആനന്ദം പരമാനന്ദമീശ്വര. സർവമക്കളും അങ്ങയെ വാഴ്ത്തുന്നു. സഹസ്രകോടി പ്രണാമം. നമുക്ക് ഭഗവാൻ കൃഷ്ണൻ്റെ ലളിതമായൊരു നാമം എല്ലാവർക്കും ചൊല്ലാം. അനുഗ്രഹം നൽകണേ വിശ്വൈകനാഥ, വാഴ്ത്തി സ്തുതിക്കുന്നു ഞങ്ങൾ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ആരോമലുണ്ണിയായി വന്നു പിറന്നൊരു ലോകൈകനാഥനെ വന്ദിക്കുന്നേൻ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഇല്ലത്തെ ദുഃഖങ്ങൾ തീർത്തിട്ടു ഞങ്ങളെ ഉണ്മയിലേക്കു നടത്തിടണേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഈ ലോകമോഹങ്ങൾ ദൂരവേ നീക്കിട്ടു ശാന്തിയിലേക്കു നയിച്ചിടണേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഉണ്ടെന്നുള്ളൊരഹമ്മതി കൂടാതെ താഴ്മയിൽ എന്നെ നടത്തിടണേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഊമയായി എന്നെ നടത്തല്ലേ ദൈവമേ, നാമം ജപിക്കുവാൻ ശക്തി തരൂ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. എത്രയോ ജന്മങ്ങൾ ജനിച്ചു മരിച്ചെന്നതൊട്ടുമേ അറിവെനിക്കില്ലയല്ലോ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഏതായാലും ഭക്തിയാ പാഠം ഞാൻ ചെയ്യുന്നു ഈ ജന്മസുഹൃതം കൈവരിക്കാൻ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഐഹിക മോഹങ്ങൾ ഉള്ളിൽ കടക്കാതെ ജ്ഞാനോദയമുള്ളിൽ ഉറച്ചിടണേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഒന്നുകൊണ്ടും ഒരു ദ്രോഹവും ആരോടും ചെയ്യാതെ എന്നെ നടത്തിടണേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഓർമ്മശക്തിയും കൃത്യനിഷ്ഠ ജപം ശ്രദ്ധയും വേണം അന്ത്യം വരെ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഔവണ്ണമായുള്ള ജീവിത രീതിയിൽ ചൊവ്വോടെ എന്നെ നടത്തിടണേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. അംബുജലോചന കാരുണ്യവാരിധി സന്തതം നിൻ പാദം വന്ദിക്കുന്നേൻ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. അമ്മയും അച്ഛനും അങ്ങു തന്നാണെന്നത് ഉണ്മയായുള്ളിൽ ഓർമ്മ വേണം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഭാഗവതം അഘൻ ദാനവനായ അസുരൻ അഘൻ ഒരു പെരുമ്പാമ്പായി പർവ്വത ഗുഹ പോലെ മേഘത്തോടെത്തും ഒരു ചുണ്ട്, ഭൂമിയിൽ ഒരു ചുണ്ട്. കുട്ടികൾ നദീതീരത്ത് കളിച്ചുകൊണ്ടിരിക്കുക ഗോപാലന്മാർ. അപ്പോൾ കുട്ടികൾ അറിയുന്നില്ല, ഇവനിങ്ങനെ വഴി തടസ്സമായിട്ട് വഴി തന്നെ കിടക്കും. അപ്പോൾ കുട്ടികൾക്കൊരു സംശയമില്ല, അവരെപ്പോഴത്തേക്കാണെങ്കിൽ നടക്കുവാണല്ലോ, കളിക്കുകയും നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ അറിയാതെ ചെന്ന് എല്ലാവരോടും ഇവൻ്റെ വായിൽ കയറും. അത്ര ഗുഹയാണ്, വലിയൊരു ഗുഹയാണ്. എത്ര പേരുണ്ടെങ്കിലും അതിൽ കയറിക്കൊള്ളും. അങ്ങനെ ചെന്ന് കിടന്നപ്പോൾ
ആ കുട്ടികൾക്ക് കളിച്ചുകൊണ്ട് നിൽക്കുന്ന കുട്ടികൾ നോക്കുമ്പോൾ വല്ലാത്ത ദുർഗന്ധം. നാസാരന്ധ്രങ്ങളോടെ നിന്ന് വന്നിടും പരവാത ഒരു പൂതിഗന്ധവും സഹിയാതെ നീളവേ പരന്നളവെന്തിനെന്ന് ഒരുമിച്ച് കാളന്തി തീരെ കളിക്കുന്ന കുട്ടികൾ ചിന്തിച്ചു തുടങ്ങി. കുട്ടികൾ ചിന്തിക്കുന്നു, എന്താ ഇവിടെ ഇത്രയും മുമ്പില്ലാത്ത അത്രമാത്രം ദുർഗന്ധം? ഇനി മുമ്പത്തെ കണക്ക് അസുരന്മാരെങ്ങാനും വന്നു കൃഷ്ണനെ ഇങ്ങനെ ശല്യം ചെയ്യാൻ കൂടെ വരുമല്ലോ. ബഗനും തൃണാവർത്തനും ശകടനും ഒക്കെ വന്നല്ലോ. അതുപോലെ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഭയമില്ല. കാരണം നമ്മളെ അത്രത്തോളം സ്നേഹമുള്ള കണ്ണൻ നമ്മളെ രക്ഷിക്കും. അമ്പൻ നമുക്ക് തുണയുണ്ട്. എങ്കിലും കുട്ടികൾക്ക് ഒരു ഭയമുണ്ട്. ഇവർ കാണാതെ, ഈ അസുരന്മാർ, ഈ ദുഷ്ടന്മാർ കാണാതെ മറ്റെങ്ങോട്ടെങ്കിലും മാറിപ്പോയാലോ എന്നൊക്കെ അവർ ചിന്തിച്ചു. പ്രാണസങ്കടം വലുതാകയാൽ വിരോധികൾ കാണാതെ മറ്റെങ്ങോട്ടെങ്കിലും ഒന്ന് പോയാലോ, അങ്ങനെ അവർ ചിന്തിച്ചും മന്ത്രിച്ചും തമ്മിൽ പേടിയൊക്കെ പറഞ്ഞ് അകതാരം ഏടി. അകതാരിൽ അവർക്ക് എത്രമാത്രം ഭയം ഉണ്ടായിട്ട് മനസ്സൊക്കെ ഭ്രമിച്ചു. അവിടെ സന്തോഷമൊക്കെ കുറഞ്ഞു കുട്ടികളുടെ. അങ്ങനെ നൂനമങ്ങവൻ ജഠരാലയത്തിന് നേരെ യാനവും തുടങ്ങിനാരാശു. ആ കുട്ടികൾ ഇത് അറിയാതെ തന്നെ ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നു. അറിയാതെ അവൻ്റെ വായിക്കകത്തോട്ട് കയറി പോവുകയാണ്. പക്ഷെ കുട്ടികൾ അറിയുന്നില്ല. എങ്ങോട്ടും മാറിക്കളയാം, പേടിച്ച് എങ്ങോട്ടും മാറാമെന്ന് കരുതുന്നു. പക്ഷേ അവരറിയാതെ തന്നെ ഈ ദുഷ്ടൻ്റെ വായിൽ അകപ്പെടുക. വേദന കലർന്ന ആലാപം തുടങ്ങിയ ആരാ ദേവന്മാർ കണ്ടു. ഇങ്ങനെ കുട്ടികൾ ഈ ജഠരാലയത്തിന് ഈ വയറിലോട്ട്, അവൻ്റെ വായിൽ നിന്ന് ഗുഹയാകുന്ന വയറ്, അതിനകത്തോട്ട് ജഠരം അങ്ങനെ കയറുന്നത് അമരകൾ കണ്ടു. വാനിൽ നിന്നവർ കണ്ടു, ആകാശത്ത് നിന്ന്. അപ്പോൾ അവർക്ക് വിഷമമായി. പീനവേദന കലർന്ന ആലാപം തുടങ്ങി ഈ ദേവന്മാർ. കഷ്ടമാഹന്ത കഷ്ടം ദുഷ്ടനാമകൻ വായിൽ പെട്ടാര് കുമാരന്മാർ ഉത്കൃഷ്ടന്മാരെങ്കിലും നഷ്ടരായ ചമ്മഞ്ഞതിന് എത്രയും എളുത് നേരൊട്ടും ഉൾത്താരിൽ അറിഞ്ഞില്ല. അവരൊരുത്തരും അറിഞ്ഞതുമില്ല, അറിയാതെ കയറിപ്പോയി. തൽപരമാർത്ഥന ഗ്രഹിപ്പിപ്പതിന് ആരുള്ളൂ? ഇതിൻ്റെ യഥാർത്ഥം മനസ്സിലാക്കി കൊടുക്കാൻ ആരാ ഉള്ളത്? ആരോട് പറയാം? ഇവരെ ആകാശത്ത് നിന്ന് ഇതൊക്കെ കണ്ടും കേട്ടും മനസ്സ് വിഷമിച്ചും നിലവിളിച്ചും നിൽക്കുന്നു. ഇപ്പോൾ നാം ഇവിടെ നിൽക്കുന്നത് വൃഥ. നമ്മളിവിടെ നിൽക്കുന്നത് എന്താ? ഒരു ഫലവുമില്ല, വൃഥ, വെറുതെയാണ്. ആകാശത്ത് ദേവന്മാർ എന്നിട്ട് എന്താ കാര്യം? കൃഷ്ണനും ബലഭദ്രരാമനും ഇനി അകപ്പെട്ടു പോകായുവാൻ എന്ത് നല്ലതെന്ന് ഓരോതരം വിഭ്രമിച്ച് അഴൽ പൂണ്ട് നിർജ്ജരന്മാർ. ഈ ദേവന്മാർ ഇനി കൃഷ്ണനും രാമനും കൂടെ അകത്തോട്ട് കയറി പോവരുതേ എന്ന്, അതിനെന്താ ഒരു മാർഗം എന്ന് ഓരോ രീതിയിൽ അവർ വിഭ്രമിച്ച് അഴൽ പൂണ്ട് നിർജ്ജരാദികളെല്ലാം അഭ്രയാനേന ആകാശത്ത് നിൽക്കുന്ന നേരത്ത് അങ്ങനെ ഇവരെന്താ ഇതിനൊരു മാർഗം? ഇനി കൃഷ്ണനും രാമനും ഇവൻ്റെ വായിൽ കയറി പോയാലോ, അതിനെന്താ ഒരു മാർഗം? അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നു. മുകുന്ദനും തൽസഖികുലം ധനുജേന്ദ്ര വക്രത്തിൽ പുക്ക വൃത്താന്തം പരമാർത്ഥ ഉൾത്താൽ ഗ്രഹിച്ചു ഭഗവാൻ കണ്ണൻ. കുട്ടികളെല്ലാം ഇങ്ങനെ ഒരു ധനുജേന്ദ്രൻ്റെ വക്രത്തിൽ വായ്ക്കകത്തോട്ട് കയറിപ്പോയെന്ന് ഭഗവാൻ അറിയുന്നു, ഉള്ള് അറിയുന്നു. അങ്ങനെ ഗ്രഹിച്ചു, മനസ്സിലാക്കി. തൽക്ഷണം അവരെ വീണ്ടിടുവാൻ ഉപായാർത്ഥം ഉൽക്ഷേപം കലർന്ന് പോയി ചെന്ന് താൻ കൂടെ പുക്കാൻ. അങ്ങനെ കൃഷ്ണനും കൂടെ അകത്ത് കയറി. അവരെ വീണ്ടെടുക്കണ്ടേ? അതിന് അവിടെ വരെ നമ്മൾ വായിച്ചെന്ന് തോന്നുന്നു. തൽവൃത്തം കണ്ടു സുരന്മാരെല്ലാം നടേതിലും ചിത്തതാരുഴന്ന് ആദിവിഭ്രമം മുഴുത്ത് അയ്യോ കഷ്ടം അംഭോജനേത്രൻ താനുമങ്ങ് അകപ്പെട്ടാൻ ഒട്ടൊഴിയാതെ വിഴുങ്ങിടിനാൻ അസുരനും. അവരത്രമാത്രം ദേവന്മാർ വിഷമിക്കുന്നു. തൽവൃത്തം കണ്ട് ദേവന്മാർ നടേതിലും മുമ്പത്തേനേക്കാളും കുട്ടികളെല്ലാം കയറിയപ്പോൾ എത്രമാത്രം കഷ്ടം പറഞ്ഞ് നിലവിളിച്ചു. അതിനേക്കാൾ ഉപരി കൃഷ്ണനും രാമനുടെ കയറിയപ്പോൾ അതിനേക്കാൾ അവർ വിഭ്രമമായി. ചിത്തതാർ ഉഴന്ന്, മനസ്സെല്ലാം ഉഴന്ന് വിഭ്രമം മുഴുത്ത് അയ്യോ കഷ്ടം അംഭോജനേത്രൻ താനും അങ്ങ് അകപ്പെട്ടാൻ. അയ്യോ കണ്ണനും അവനകത്ത് കയറിയല്ലോ, ഒട്ടൊഴിയാതെ വിഴുങ്ങിയിടാൻ അവൻ പെട്ടെന്ന് തന്നെ മുറുക്കി. അതായത് അകത്ത് കണ്ണൻ കയറുന്നായപ്പോഴേ അവനങ്ങ് വിഴുങ്ങി പെട്ടെന്ന് തന്നെ. നല്ലതില്ലേതും നമുക്ക് അല്ലൽ തീർന്നിതു കംസനെല്ലാം എന്നമരകൾ ചൊല്ലി നിന്നുഴലുമ്പോൾ നമുക്ക് നല്ലതല്ലല്ലോ എന്നവർ ചിന്തിച്ചു. ദേവന്മാർക്ക് വിഷമമല്ലേ? ഭഗവാൻ അവതരിച്ചത് ഒരുപാട് കാര്യങ്ങൾ, ഇവിടെ ധർമ്മം സ്ഥാപിക്കാനും ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ ആർക്കാണ് വിഷമം?
ദേവന്മാർക്ക്. അതുകൊണ്ട് നമുക്ക് നല്ലതല്ലല്ലോ, നമുക്ക് വിഷമമാണല്ലോ. എന്നാലോ അല്ലൽ തീർന്നത് ഇത് ചേർത്ത് വായിച്ചാൽ തെറ്റുവരും. ഒട്ടൊഴിയാതെ വിഴുങ്ങിയിടാൻ അസുരനും. കണ്ണനെയും കൂടെ അകത്ത് കയറിയപ്പോൾ അങ്ങ് വിഴുങ്ങി. നല്ലതില്ലേതെന്ന് നമുക്കെന്ന് പറയുന്ന ആരാ? ദേവന്മാർ. അല്ലൽ തീർന്നത് കംസനെല്ലാമെന്ന് അവരപ്പോൾ ചൊല്ലി നിന്ന് ഉഴലുമ്പോൾ, അപ്പോൾ അല്ലൽ തീരുന്നത് ആർക്കാണ്? കംസനും പാർട്ടിക്കുമാണ്. കാരണം കണ്ണനെ വിഴുങ്ങിയപ്പോൾ നീ കൊല്ലാമല്ലോ. അപ്പോൾ ആർക്കാണ് അല്ലൽ തീരുന്ന? കംസനാണ്. അവനാണ് ഭാഗ്യം. കണ്ണനെ വിഴുങ്ങിയാൽ പിന്നെ കണ്ണൻ മരിച്ചാൽ അതിനല്ലേ അവന്മാർ വിടുന്നത്, ദുഷ്ടന്മാരെ. അപ്പോൾ അവരുടെ സന്തോഷമായി. ഇവിടെ ദുഃഖമാർക്കാണ്? ദേവന്മാർക്ക്. അതുകൊണ്ട് ഇങ്ങനെ വായിക്കുമ്പോൾ ചേർത്ത് എഴുതിയേക്കും. അത് മനസ്സിലാക്കി വായിച്ചില്ലെങ്കിൽ വലിയ തെറ്റായി പോകും. എനിക്കതാരും പറഞ്ഞു തന്നില്ലെങ്കിൽ നമ്മൾ ഒരു യുക്തി കൊണ്ട് അങ്ങനെ മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ കഷ്ടം അംഭോജനേത്രം താനും അങ്ങ് അകപ്പെട്ടാൻ ഒട്ടൊഴിയാതെ വിഴുങ്ങിടിനാൻ അസുരനും. നല്ലതില്ലേതും നമുക്ക് എന്നും പറഞ്ഞ് അവർ കരയുന്നു. അല്ലൽ തീർന്നതു കംസനെല്ലാം എന്ന അമരകൾ ചൊല്ലി നിന്നുഴലുമ്പോൾ കംസന് സന്തോഷമായല്ലോ എന്ന് ഇവർ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അങ്ങനെ ഉഴന്നു നിന്നപ്പോൾ വാ മുറുക്കിനാൻ അഹൻ താനവൻ ഓർത്താൻ ഉള്ളിൽ. അഹൻ എന്ത് ചെയ്തു? കണ്ണനെ കൂടെ വിഴുങ്ങിയിട്ട് അവൻ അങ്ങോട്ട് അകത്ത് കയറിയപ്പോൾ അവൻ ഓർക്കുന്നു. വായങ്ങ് മുറുക്കി കണ്ണൻ തിരിച്ചിറങ്ങാതിരിക്കാൻ. അങ്ങനെ അവൻ അകത്ത് നിന്ന് ആ കൃഷ്ണനെ അകത്താക്കിയിട്ട് അവൻ ഓർക്കുന്നു. അവൻ എന്താ ഓർക്കുന്ന? ദുഷ്ടൻ കാമമായുള്ള കാര്യം സാധിച്ചത് എനിക്കിപ്പോൾ. ഞാൻ ആഗ്രഹിച്ച കാര്യം സാധിച്ചല്ലോ, കൃഷ്ണനെ അകത്താക്കിയല്ലോ. അതിനാണല്ലോ ഇത്രയും വലിയ ഗുഹ പോലെ പിള്ളേരും കയറും, ഒത്ത് കണ്ണനും എപ്പോഴും കയറുമെന്ന് അവനറിയാം. അപ്പോൾ വായങ്ങടച്ചു വിഴുങ്ങി. അപ്പോൾ അവൻ്റെ കാര്യം സാധിച്ചു. കാമമായുള്ള കാര്യം, ആഗ്രഹിച്ച കാര്യം സാധിച്ചു. എനിക്കിപ്പോൾ താമരസാക്ഷൻ മുമ്പിൽ വന്നവൻ തന്നെ കൊന്ന താമസൻ തന്നെ കൊല്ലുവാൻ ഞാനൊരാളായേനല്ലോ. നേരത്തെ വിട്ട അസുരന്മാരെയെല്ലാം കൊന്നതാണല്ലോ കൃഷ്ണൻ. അപ്പോൾ അവർക്കാർക്കും കൃഷ്ണനെ കൊല്ലാൻ പറ്റിയില്ല. എന്നാൽ ഇപ്പോൾ എനിക്കിതിനുള്ള ഭാഗ്യം വന്നല്ലോ എന്ന് അഹൻ ചിന്തിക്കുന്നു. കുഞ്ഞുങ്ങളെല്ലാം അകത്ത് നിന്ന് കൃഷ്ണനും അകത്തായപ്പോൾ അവൻ ചിന്തിക്കുക, എനിക്കിതിൻ്റെ ഭാഗ്യം വന്നല്ലോ, ഞാൻ തന്നെ ഇതിനൊരാളായല്ലോ കൃഷ്ണനെ കൊല്ലാൻ. മാമകം മഹാഭാഗ്യം എത്രയും വലുതിനി സ്വാമിതൻ പ്രിയങ്കരനായി വരികയും ചെയ്യും. അവൻ്റെ സ്വാമിയാണ് കംസൻ. അപ്പോൾ കംസന് സന്തോഷമാവും. കംസൻ എന്നെ ബഹുമാനിക്കും, എന്നെ പ്രിയങ്കരനാക്കും. എന്താ, മറ്റെത്രയോ പേര് പൂതന വന്നു, ശകടൻ വന്നു, തൃണാവർത്തൻ വന്നു, അങ്ങനെ ബഗൻ വന്നു, ആരെല്ലാം വന്നിട്ടും സാധിക്കാത്ത കാര്യം അഹൻ സാധിച്ചതുകൊണ്ട് എൻ്റെ സ്വാമിക്ക് എന്നെ ഇഷ്ടമാവും, എനിക്ക് ഭാഗ്യമായി എന്നവൻ ചിന്തിക്കുന്നു. നൂനമില്ലതിന് സന്ദേഹമെന്നെല്ലാം ബഹുമാന വിഭ്രമ വിചാരങ്ങൾ തേടിയിടും നേരം. അപ്പോൾ ഒരു സംശയവും അതിനില്ല, എന്നെ ബഹുമാനിക്കുമെന്നെല്ലാം അവൻ വിചാരിച്ചു. ഒരു സംശയവുമില്ല, എന്നെ അത്രമാത്രം എൻ്റെ സ്വാമി എന്നെ പ്രിയങ്കരനാക്കും, എന്നെ ബഹുമാനിക്കും. ഇങ്ങനെ അവൻ ചിന്തിച്ച് ബഹുമാന വിഭ്രമ വിചാരങ്ങൾ തേടി നിന്നു. ബഹുമാനിക്കും എന്നുള്ള ചിന്തയില്ല, ഞാൻ ഇനിയിപ്പോൾ സ്വാമിയുടെ പ്രിയങ്കരനായും കംസൻ്റെ. അങ്ങനെ ചിന്തിച്ച് നിന്നപ്പോൾ എനിക്ക് കാര്യം പറയുമ്പോൾ ശ്വാസം വലിക്കുമ്പോൾ ചുമ. എപ്പോൾ ഇത് വായിക്കാൻ തുടങ്ങുമ്പോൾ അത് അല്ല വീട്ടിൽ മിണ്ടാതിരിക്കുന്നുണ്ട്, ചുമയില്ല. അങ്ങനെ വിചാരിച്ചവൻ തേടിടും നേരം ദാനവനുടെ വായിൽ നിന്ന് അഖിലേശൻ പരൻ ദാനവ കുല വിപിനാനലൻ നിരാമയൻ. അതായത് അവനങ്ങനെ ചിന്തിച്ചോടെ നിൽക്കും. ഭഗവാൻ എന്ത് ചെയ്തു? ദാനവനുടെ വായിൽ നിന്ന് പരമാത്മാവായ ഭഗവാൻ കണ്ണൻ കൃഷ്ണൻ പരൻ പരമേശ്വരൻ എന്താ വിചാരിക്കുന്നേ? ദാനവ കുല വിപിനാനലൻ നിരാമയൻ. ദാനവ കുലത്തിന് വിപിന കാടാകുന്നതിൻ്റെ അഗ്നിയാണ് ഭഗവാൻ. രാക്ഷസ കുലം എന്ന് വെച്ചാൽ കാടാണ്, വെളിവില്ലാത്ത കാടാണ് അതിന് ഉപമിക്കേണ്ടത്. ഒരു വിവരമില്ലാത്ത ദുഷ്ടന്മാരുടെ സ്വഭാവത്തിനാണ് ഇവിടെ കാട് എന്ന് പറയുന്നത്. അന്ധത, ഇരുട്ട്, കൂരിരുട്ട്, അങ്ങനെയുള്ള കാട്ടിനെ തീ കൊണ്ട് എങ്ങനെ വയ്ക്കുന്നത്? അതാണ് ഭഗവാൻ, അവരെ നശിപ്പിക്കുക. അപ്പോൾ അതായത് ഈ അസുരകുലങ്ങൾ വിപിനം, കാട്ടിലെ അനലൻ, തീയാണ് നിരാമയൻ ഭഗവാൻ. അപ്പോൾ എന്ത് മനസ്സിലാവുന്നു? ഇവനെ ഉള്ളിൽ നിന്ന് ഭഗവാൻ എന്താ ചിന്തിക്കുന്നത്? ഇവനെ ചുട്ടു നശിപ്പിക്കണം. അത്രമാത്രം കാടാണ് ഈ അഹൻ. അപ്പോൾ ദാനവകുല വിപിനാനലം, വിപിനം കാടാണെന്നും അനലൻ തീയാണ്, നിരാമയൻ ഭഗവാനാണ്. ദാനവകുലച്ച അസുരകുലം. അങ്ങനെയുള്ള ഭഗവാൻ
ദാനവാന്യ വനിതാ സുവാനന്ദതൻ, അതായത് ദാനവകുലത്തിലെ വനിതകൾക്ക് എന്താ പിന്നെ എന്താ പറയുക, സന്തോഷമില്ലാതാക്കുന്ന പരമാത്മാവ്. ദാനവാന്യ വനിത സ്ത്രീകൾ, അസുര സ്ത്രീകൾക്ക് ആനന്ദമില്ലാതാക്കും. കാരണം അത്രമാത്രം ദുഷ്ടരാണല്ലോ. അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഭഗവാൻ എന്ത് ചെയ്യും? ആനന്ദമില്ലാതാക്കും. പിന്നെയോ ദാനവ ശകട വാതാകാര വിനാശനൻ, അസുരന്മാര് ശകടനും ചുഴലിയായി കൊണ്ട് ഭഗവാന് കുഞ്ഞിനെ മേലോട്ട് കൊണ്ടുപോയില്ലേ, അങ്ങനെയുള്ള അവരെല്ലാം വിനാശം ഭഗവാൻ ചെയ്യുന്നു. അങ്ങനെയുള്ള ഭഗവാൻ ദാനവ പശുരൂപമാന ദർപ്പാപകാരി, പശുരൂപ വത്സാസുരൻ വന്നു പശുവിൻ്റെ വേഷത്തിൽ, അവനെയൊക്കെ നശിപ്പിച്ച ഭഗവാൻ ദാനവ പ്രചണ്ഡ തുണ്ട പ്രപാളനകരൻ. എനിക്ക് തോന്നുന്നത് പുള്ളായി വന്ന് ബഗൻ വലിയ ചുണ്ടും കൊണ്ടുവന്ന് കൊട്ടി വിഴുങ്ങാൻ അവനെയും വലിച്ചു കീറി ദൂരെ എറിഞ്ഞില്ലേ, അങ്ങനെയുള്ള ഭഗവാൻ ദാനവ കുലവരനായ മഹാബലിയോട്, അതായത് അസുരൻ്റെ കുലത്തിലെ ഇന്ദ്രനാണ്, ദാനവന്മാരുടെ പിന്നെ പ്രധാനിയാണ് മഹാബലി. അപ്പോൾ ദാനവകുലവരനായ മഹാബലിയോട് ദാനവാരിയും, ഇവിടെ ദാനവ അരിയല്ല, വാരി വെള്ളം, ദാനം എന്താ ജലം ദാനമായി വാങ്ങി മൂവടി അളപ്പാനായി മഹാബലിയോട്, ദാനവകുലത്തിലെ പ്രധാനിയായ മഹാബലിയോട് ദാനജലം വാങ്ങി, ദാനവാരിയും വാങ്ങി, ജലം ദാനമായി വാങ്ങി മൂവടി അളപ്പാനായി താനുടൻ പണ്ട് വളർന്നിടിന പോലെ തന്നെ ദീനമെന്നേ വളർന്നിടിനാൻ അതിദ്രുതം. ഇങ്ങനെയെല്ലാം ദുഷ്ടന്മാരെല്ലാം കൊന്നും, പിന്നെ പൂതന, വനിതയായി വന്ന പൂതന, അവക്കുള്ള ആനന്ദം തീർത്ത് നശിപ്പിച്ചിട്ടു. ഇങ്ങനെയെല്ലാം ചെയ്ത ഭഗവാൻ പിന്നെ മഹാബലിയോട് ദാനജലം വാങ്ങിയിട്ട് മൂവടി അളന്ന്, എങ്ങനെ അളന്നു? എത്രമാത്രം ഭീമാകാരമായ ഒരു ആകാരമായില്ലേ, എന്നാലല്ലേ ഇത് അളക്കാൻ പറ്റൂ. അപ്പോൾ അത്രമാത്രം വളർന്ന് പൊങ്ങി, അതാണ് ഭഗവാൻ മൂവടി അളപ്പാനായി താനുടൻ പണ്ട് വളർന്നിടിന പോലെ തന്നെ ദീനമെന്നിയേ വളർന്നിടിനാൻ അതിദ്രുത. എവിടെ നിന്നാണ് വളരുന്നത്? അതുപോലെ ഈ അഖൻ്റെ പാമ്പായി കിടക്കുന്ന അഖൻ്റെ വായ്ക്കകത്ത്, ആ ഗുഹയ്ക്കകത്ത്, വയറിനകത്ത് നിന്ന് ഭഗവാൻ എന്താ ചെയ്തേ? മഹാബലിയോട് മൂവടി അളക്കാൻ വളർന്നത് എങ്ങനെയാ? ത്രിലോകങ്ങൾ മൊത്തം 2 അടി കൊണ്ട് അളന്ന് തീർത്ത് 3ാമത്തെ അടിക്ക് വെക്കാൻ സ്ഥലമില്ലാതെ വന്നു. അതുപോലെ ഭഗവാൻ അങ്ങ് വളർന്നു ഈ ദാനവൻ്റെ ഉള്ളിനകത്തിരുന്നും കൊണ്ട്. എന്തിനാ വളർന്നത്? അവന് അല്ലാതെ കൊല്ലാൻ പറ്റൂ? തൽക്ഷണം അവന് ശ്വാസങ്ങൾ പുറപ്പെടാൻ ഉൾക്കാമ്പിൽ അഴൽ പൂണ്ട് വിഭ്രമിച്ച് അതിശയ വ്യഗ്രത കലർന്നു മെയ്യൊക്കവേ വിറച്ച് വാലഗ്രം അങ്ങോടിങ്ങോടും തച്ച് ഉടലിടെ രക്തവും പൊടിഞ്ഞ് വട്ടം തിരിഞ്ഞ് അത് പൊഴുത് അക്ഷികൾ തുറിച്ച് അതിക്രുദ്ധൻ ഉത്കർഷത്തോടും. അപ്പോൾ അവൻ എന്തൊക്കെ കാട്ടി? ഭഗവാൻ വളർന്നപ്പോൾ വ്യഗ്രത ഉണ്ടായി, മെയ് ശരീരമൊക്കെ വിറച്ചു, വാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തച്ചുടയ്ക്കുന്നു, രക്തമൊക്കെ പൊടിയുന്നു. ഭഗവാൻ അതിൽ നിന്നങ്ങ് നിറഞ്ഞ പിന്നെ അവന് ശ്വാസം വിടാൻ ഇടമുണ്ടോ? വട്ടം തിരിഞ്ഞ് അതുപോലെ അക്ഷികൾ തുറിച്ച്, അവൻ്റെ കണ്ണുകളെല്ലാം തുറിച്ച് ക്രുദ്ധൻ, ആ ദുഷ്ടൻ ഉത്കർഷത്തോടും കൃഷ്ണനിൽ പ്രതിവൈരവൃത്ത ചേതസ വരും ഉഷ്ണ നിശ്വാസ വേഗാൽ ഉത്തമാംഗ അന്തർഭാഗം പൊട്ടി വൈകാതെ പിരിഞ്ഞ പെരുവഴിയൂടെ. അപ്പോൾ ഭഗവാൻ അങ്ങനെ വളർന്നപ്പോൾ ഇവന് അത്രമാത്രം സഹിക്കാൻ വയ്യ, അവന് ശ്വാസം ശ്വസിക്കാനും അത് നിശ്വസിക്കാനൊന്നും വയ്യ, അത്രമാത്രം അതിനകത്ത് ഭഗവാൻ അങ്ങ് വളർന്നു. അങ്ങനെ പ്രതിവൈരവൃത്ത ചേതസ, എത്രമാത്രം പിന്നെ വൈരം ഉണ്ട്, വൃദ്ധ ചേതസ, അത്ര മുഴുത്ത വൈരാഗ്യം. വൃദ്ധത വെച്ചാൽ പ്രായം കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ വൃദ്ധന്മാരാകുന്നു. അപ്പോൾ അതുപോലെ മനസ്സിനകത്ത് വിഷം, വൈരാഗ്യം അങ്ങ് മുറ്റി വന്ന ചേതസ് മനസ്സ്. അങ്ങനെയുള്ള ആ മനസ്സോട് ഉഷ്ണ നിശ്വാസ വേഗാൽ, അവൻ്റെ ശ്വാസമൊക്കെ തിരിച്ച് ഇടുന്നെല്ലാം എന്താ, ശ്വാസം വല്ലാതെ നിശ്വാസ വേഗാൽ ഉത്തമാംഗ അന്തർഭാഗം പൊട്ടി. അപ്പം തിരിച്ചു വരുന്ന ആ ശ്വാസം വേഗം കൂടും, കാരണം സ്ഥലവും ഇല്ല, അവന് ശ്വാസവും മുട്ടും. അങ്ങനെ കൃഷ്ണനിൽ വൈരവൃത്ത ചേതസ വരും ഉഷ്ണ നിശ്വാസ, ചൂടുള്ള നിശ്വാസമാണ്. അത്
അവൻ്റെ ശ്വാസത്തിന് നല്ല ഉഷ്ണമുണ്ട്. അപ്പോഴെന്ത് വന്നു? വേഗാൽ ഉത്തമാങ്ക അന്തർഭാഗം, അവൻ്റെ വയറിനകത്തിൽ അത് പൊട്ടി പൊട്ടി വൈകാതെ പിരിഞ്ഞ പെരുവഴിയുടെ പെട്ടെന്ന് ജീവൻ പുറപ്പെട്ടു പാഞ്ഞതു നേരം പുഷ്കരദേശത്തിങ്കൽ ഉൽപ്പതിച്ചത് കണ്ടാറൊക്കവേ വിബുധന്മാരഗ്നിതാൻ ജ്വലിച്ചഴും വിസ്ഫുരിത ആനന്ദകീലോദയസമം മനോവിസ്മയം അവർക്കെല്ലാം വർദ്ധിച്ചു. പുനരപ്പോൾ ജീവനൊക്കെ പൊട്ടി പുറപ്പെട്ട് പാഞ്ഞ് രക്തമാണെന്ന് തോന്നുന്നു ജീവൻ. അങ്ങനെ ആ പുഷ്കരദേശം, അവിടെ നദീതീരം അല്ലേ, നദിക്കും പറയും പുഷ്കരം എന്ന്. ആ നദീതീരത്തൂടെ ഇങ്ങനെ ഉൽപ്പതിച്ചിങ്ങനെ പോകുക. അത് കണ്ടപ്പോൾ വിബുധന്മാരെന്ത് ചെയ്തു? അഗ്നിതാൻ ജ്വലിച്ചഴും വിസ്ഫുരിതാനന്ദ കീലോദയ സമം മനോവിസ്മയം അവർക്കെല്ലാം വർദ്ധിച്ചു. അവിടെ നിൽക്കുന്ന ആകാശത്ത് നിൽക്കുന്ന ദേവന്മാർക്കെല്ലാം ആനന്ദം ഉണ്ടായി, വിസ്മയമുണ്ടായി, അത് വർദ്ധിച്ചു. പുനരപ്പോൾ തൽസഹകുലം ധനുജേന്ദ്ര വക്രത്തിൽ പുക്ക് മൃത്യു വന്നവരെയും ജീർണദേഹികളെയും വിഭ്രമം കലർന്ന് മോഹിച്ചു വീണവരെയും അത്ഭുത പുരുഷനാ ഉൽപ്പല വിലോചനൻ കൃഷ്ണൻ അൻപഴും അമൃതാർദ്ര ഭീഷണങ്ങളാൽ കൃഷ്ണ സങ്കടങ്ങൾ തീർത്തൊത്തവരോടും കൂടി ആത്മോൽക്കരൈരാബ്ജ നൃക്ഷങ്ങൾ ചുഴന്നഭ്ര നിർമ്മലെ ഘനനിർമുക്തനാകും വണ്ണം കുട്ടികളെല്ലാം ഈ ധനജേന്ദ്രൻ്റെ ഭക്തത്തിനകത്ത് എല്ലാവരും കയറി കിടക്കുമല്ലേ. കുറച്ച് പേര് മരിച്ചു, കുറച്ച് പേര് ജീർണദേഹികളായി, വിഭ്രമം കലർന്ന് ചിലർ മോഹിച്ച് വീണു. അങ്ങനെ ഉള്ളവരെയൊക്കെ ഭഗവാൻ എന്ത് ചെയ്തു? അത്ഭുത പുരുഷനാകുന്ന ഉൽപ്പല വിലോചനായ പരമാത്മാവ് നാരായണൻ കൃഷ്ണൻ അൻപഴും അമൃതാർദ്ര ഭീഷണങ്ങളാൽ ആ എന്തോ പറയാ കടാക്ഷം ചില അമൃതാകുന്ന ആ കടാക്ഷത്തോടു കൂടിയ ഭീഷണ നോട്ടം കൊണ്ട് ഇതെല്ലാവരും അവിടെ അതിനകത്ത് എത്ര പേരുണ്ടായിരുന്നോ, ആ കുഞ്ഞുങ്ങൾ വീണ് കിടക്കുന്നവരും മോഹപ്പെട്ട് കിടക്കുന്നവരും മരിച്ചു കിടക്കുന്നവരും ഇങ്ങനെയെല്ലാം കിടക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം സങ്കടങ്ങളെല്ലാം തീർത്തു. കൃഷ്ണ സങ്കടങ്ങൾ എല്ലാവരുടെയും സങ്കടങ്ങൾ തീർത്തു ഒത്തവരോടും കൂടി സുപ്രസന്ന ആത്മോൽക്കരൈരബ്ജ നൃക്ഷങ്ങൾ ചുടന്നഭ്ര നിർമ്മലെ ഘനനിർമുക്തനാകും വണ്ണം മുഷ്കര അസുരവദനാന്തരാത് അവനിയിൽ നിഷ്ക്രമിച്ചത് കണ്ട് തൽക്ഷണം അവനുടെ മസ്തകം പിളർന്ന് മേൽപോട്ട് പോയി നിൽക്കും ജീവൻ. എങ്ങനെ? എത്രയും തെളിഞ്ഞു ഒളിവുറ്റഴും ദീപം പോലെ. അപ്പോൾ ഭഗവാനും കുട്ടികളെല്ലാം വിഷമങ്ങളെല്ലാം തീർന്ന് നല്ല സുപ്രസന്നാത്മോൽ നല്ല സന്തോഷത്തോടി അവരെല്ലാവരും നിർമ്മലമായിരിക്കുന്ന ആകാശത്ത് മഴമേഘങ്ങളെല്ലാം മാറി തെളിഞ്ഞു നിൽക്കുന്ന ആകാശം എങ്ങനെയാണ്? നിർമ്മലമായിരിക്കുന്ന ആകാശം നിർമ്മലെ ഘനനിർമുക്തനാകുമെണ്ണ അവിടെ ഒരു കളങ്കമില്ലാത്ത എന്താ അവിടെ സംഭവിച്ചെന്നത് പോലും അറിയാത്ത വണ്ണം കുട്ടികൾ വീണെന്നോ തളർന്നെന്നോ ക്ഷീണിച്ചെന്നോ മരിച്ചെന്നോ ഒന്നും ഇല്ലാത്തവണ്ണം നല്ല ആനന്ദത്തോടു കൂടി തന്നെ അവർ തിരിച്ച് ഇറങ്ങി. നിർമുക്തനാകും വണ്ണം മുഷ്കര അസുര വദനാന്തരാത് അവനിയിൽ അവൻ്റെ മുഷ്കരനാകുന്ന ആ അഖൻ്റെ വായിൽ നിന്ന് അവനിയിൽ നിഷ്ക്രമിച്ചത് കണ്ട് പുറത്തു വന്നു, ഭൂമിയിലേക്ക് അവർ വന്നു. തൽക്ഷണം അവനുടെ മസ്തകം അപ്പോൾ തന്നെ അവൻ്റെ മസ്തകം പാമ്പിൻ്റെ അഖൻ്റെ പിളർന്ന് മേൽപോട്ട് പോയി നിൽക്കും ജീവൻ. അപ്പോൾ അവൻ്റെ ബാക്കി ജീവൻ എന്ത് വന്നു? മേൽപോട്ട് പോയി പൊങ്ങി നിന്നു. ഭഗവാനല്ലേ ഉള്ളിൽ നിന്ന് അവനെ വധിച്ചത്. അതുകൊണ്ട് എത്രയും തെളിഞ്ഞ് ഒളിവുറ്റഴും പോലെ അവനും അതുപോലെ പ്രകാശം തെളിഞ്ഞ് നിൽക്കുന്നു. അവനെ ജീവൻ അവൻ ഭഗവാൻ ലയിക്കാനുള്ള അതാണ് മസ്തകം പിളർന്ന് കുഞ്ഞുങ്ങളെല്ലാം നന്നായി തിരിച്ച് ഭൂമിയിലേക്ക് വന്നു. അവൻ്റെ വായിൽ നിന്ന് അങ്ങ് ഇറങ്ങി മേൽപോട്ട് അവൻ്റെ ജീവൻ അവൻ്റെ തല പിളർന്ന് മേൽപോട്ട് പോയി നിൽക്കും ജീവൻ എത്രയും തെളിഞ്ഞ് ഒളിവുറ്റഴും ദീപം പോലെ. ഒരു എന്താ പറയുക, ആ ദീപത്തിന് അത്രമാത്രം ശോഭയോടുകൂടി തന്നെ സത്വരം ചുഴന്നിഴിഞ്ഞിങ്ങി വന്ന അംഭോജാക്ഷൻ തൽസ്വരൂപത്തോടും സംസിക്തമായി കാണായി വന്നു. ഭഗവാനും അതിൽ നിന്നിങ്ങനെ സ്വരൂപം ഭഗവാന്റെ യഥാർത്ഥ രൂപത്തോട് സംസിക്തമായി കാണായി വന്നു. തത്ര ധനുജ സായുജ്യ സൗഖ്യത്തെ കണ്ട് ചിത്തകൗതുകം പൂണ്ടു നിർജ്ജന്മാരും നല്ല കൽപ്പക മലർക്കുല നിരകൾ വാരിക്കോരി സുപ്രമോദേന ചൊരിഞ്ഞിടിനാർ മഴ പോലെ. അവൻ്റെ ജീവൻ മുകളിലേക്ക് വന്ന് നല്ല പ്രകാശം പോലെ നല്ല സുന്ദരമായ ഒരു ദീപം പോലെ നിൽക്കുന്നു. ഭഗവാനും അതിനോടൊപ്പം തന്നെ തൽസ്വരൂപത്തോടെ യഥാർത്ഥ രൂപം എങ്ങനെയാ അതുപോലെ ആര് കാണുന്നു? ദേവന്മാർ. സത്വരം ചുഴന്നിഴിഞ്ഞിങ്ങ് വന്ന അംബോജ കുട്ടികൾ
നല്ലതായിട്ട് നന്നായി സന്തോഷത്തോടെ അവരും വന്നു. ഭഗവാനും ചുഴന്നിഴിഞ്ഞിങ്ങ് വന്ന അംബോജാക്ഷൻ തൽസ്വരൂപത്തോട്. ഭഗവാൻ എന്താ സ്വരൂപം? ആ രീതിയിൽ അവിടെ പശുക്കളെ മേയ്ക്കുന്ന രീതിയല്ല, ഭഗവാന്റെ യഥാർത്ഥ രൂപത്തോടും സംസിക്തമായി കാണായി വന്നു. തത്ര തദ്ധനുജ. ആരാണ് ധനുജ? ആ ധനുജന്മാരെന്ന് പറഞ്ഞാൽ ഈ അസുരൻ, മരിച്ച അഘൻ, അവൻ്റെ സായുജ്യ സൗഖ്യത്തെ കണ്ടു ഈ ദേവന്മാർ. കാരണം അവന് സായുജ്യം കിട്ടി, ഭഗവാനോടൊപ്പം തന്നെയല്ലേ, ഭഗവാൻ അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നല്ലോ ആ ജീവൻ പോകും. അപ്പോൾ ഭഗവാന്റെ അടുക്ക നിന്ന് ഒരുത്തൻ മരിച്ചാൽ പരമാത്മാവ് ഭഗവാൻ അങ്ങനെയുള്ള ഒരു പുണ്യമല്ലേ ചെയ്യത്തുള്ളൂ. ആരെയും ഭഗവാൻ ഒന്നുകൊണ്ടും വിഷമിപ്പിക്കത്തില്ല. ഇവൻ്റെ ദുഷ്കർമ്മത്തിനാണ് അവിടെ കൊടുത്തത്, പക്ഷെ എന്നാൽ ഭഗവാൻ തന്നെ ലയിപ്പിച്ചു. അതാണ് തത്ര തദ്ധനുജ സായുജ്യ സൗഖ്യത്തെ കണ്ടു ചിത്ത കൗതുകം പൂണ്ട് നിർജ്ജനന്മാരും അവിടെ മനസ്സിന് സന്തോഷം കൊണ്ടിട്ട് ദേവന്മാർ എന്ത് ചെയ്തു? നല്ല കൽപ്പക മലർക്കുല നിരകൾ വാരിക്കോരി, അതായത് കൽപ്പകവൃക്ഷത്തിൻ്റെ പുഷ്പങ്ങൾ വാരിക്കോരി സുപ്രമോദന ചൊരിഞ്ഞിടിനാർ മഴ പോലെ. അങ്ങനെ അവർ സന്തോഷമായിട്ട് ആനന്ദത്തോടുകൂടി തന്നെ ഇവന് സായുജ്യം കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഭഗവാന്റെ തലയിലിങ്ങനെ പുഷ്പങ്ങൾ അർച്ചിച്ചു. നമുക്കിനി ബാക്കി അടുത്ത ദിവസം വായിക്കാം. നല്ലതാണ് ഇത് വായിക്കാനൊക്കെ. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് നീട്ടി വായിക്കാനൊന്നും ചുമയുള്ളതുകൊണ്ട് പറ്റത്തില്ല. ഇങ്ങനെ അർത്ഥങ്ങൾ മനസ്സിലാക്കി കുറച്ച് കുട്ടികൾ, എൻ്റെ മക്കൾ ഇതിനകത്ത് വായിക്കാൻ അമ്പലങ്ങളിൽ പോകുന്നവരുണ്ട്, അവർക്കും ഇത് മനസ്സിലാകണം. അല്ലാത്തവർക്കും വീട്ടിൽ അല്ലാതെ നമുക്ക് നല്ല ഗ്രന്ഥങ്ങൾ, ഈശ്വരൻ്റെ ഗ്രന്ഥങ്ങൾ ഏതായാലും, ഖുറാനായാലും ബൈബിളായാലും ഭാഗവതമായാലും എല്ലാം പരമാത്മാവാണ്. അത് ഒന്നിനും വിഷമമുള്ളതല്ല. എല്ലാം നമ്മൾ വായിച്ച് മനസ്സിലാക്കി അറിഞ്ഞാൽ നമുക്കും പുരോഗമനം ഉണ്ടാവും, നമുക്കും ആനന്ദത്തിൽ ആറാടാം. ഇതൊക്കെ അറിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഒരു മനുഷ്യനാകുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാ അജ്ഞത മാറത്തില്ല, ദ്വന്ദ്വം മാറത്തില്ല. ഞാനെന്നും നീ എന്നുള്ള ചിന്ത മാറണമെങ്കിൽ നമ്മൾ നാനാ മതസ്ഥരുടെയും ഗ്രന്ഥങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. ഒരു സഭയിൽ ചേരാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് വായിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ കേൾക്കുകയോ ചെയ്യുമ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഉള്ളിലെ അഴുക്കിനെ മാറ്റാം. എല്ലാവരെയും തുല്യമായി കാണാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകും. അയ്യോ, പരമാത്മാവാണല്ലോ എല്ലാവരിലും, അവിടെ ഒന്നിനും വേറുകൃത്യമില്ലല്ലോ, എല്ലാം ഈശ്വരൻ്റെ സന്തതികളാണല്ലോ, ഈ ഗ്രന്ഥത്തിലെല്ലാം എന്താ പറഞ്ഞേക്കുന്നത്, എല്ലാം നമുക്ക് കൊള്ളാമെന്നാണല്ലോ. ഞാൻ ബൈബിൾ വായിച്ചാൽ കൂടുതലും എനിക്ക് ഇതൊക്കെ വായിക്കാനുള്ള അറിവുണ്ടായത് തന്നെ. കാരണം അത് ലളിതമായ ഭാഷയിലുണ്ട്. അതും ചിലർക്കൊന്നും അറിയത്തില്ല. എങ്കിലും ഇതും ഞാൻ കുട്ടിനാളിലെ വായിക്കുമായിരുന്നു ഭാഗവതം. പക്ഷേ അന്നൊന്നും ഇത്ര പോലും എനിക്കൊന്നും അറിയാതെ എന്തോ വായിച്ചു പോയി. ഞാൻ അപ്പോൾ ചിന്തിക്കുന്നതേ എനിക്കിതിൻ്റെ ഒന്നും അർത്ഥങ്ങളൊന്നും പിടികിട്ടുന്നില്ലല്ലോ, എന്താ ആരോടെ പറയുന്നു, ആരെങ്ങനൊന്നും നമുക്കൊരു പിടിയും കിട്ടത്തില്ല. കാരണം കഥ അറിയാതെ ആട്ടം കാണുന്നത് പോലെയാണ്. പിന്നെ നമ്മൾ കുറച്ച് ഭഗവാനുള്ള സ്നേഹം കൊണ്ട് ഈശ്വരൻ നമുക്ക് അല്പാൽപ്പം ഇങ്ങനെ, അത് നമ്മളെല്ലാം ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഒരു മനുഷ്യന് എങ്ങനെ വഴി നടക്കണം, ഈശ്വരൻ്റെ വഴി എന്താണ്, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോഴാണ് നമ്മൾ നന്നാവുന്നത്. നമ്മൾക്ക് കുറേ വ്യത്യാസങ്ങൾ വരും. പരമാത്മാവിനോട് ചേരാനുള്ള യോഗ്യത ഉണ്ടാവും. നമ്മൾ അജ്ഞാനങ്ങളൊക്കെ മാറും. അതുകൊണ്ടാണ് പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.